രാവിലെ എണീറ്റ് ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് ദേ ഓരോരോ പണികളായിട്ട് തുടങ്ങിയിട്ടാ. പണികളെന്ന് പറയാൻ വലിയ ഭാരപ്പെട്ട പണിയൊന്നുമില്ല, ജസ്റ്റ് അടിച്ച് വാരി ഇടുക, പിന്നെ റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിടണം. മാറാല അവിടെ ഇവിടെയൊക്കെ കുറച്ചുണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് തട്ടിക്കളഞ്ഞ് ഡോക്ടറെ കാണാൻ ചെന്നപ്പോഴത്തേക്കും ഡോക്ടർ പറഞ്ഞായിരുന്നു ചെറിയ ചെറിയ പണികൾ ചെയ്തു തുടങ്ങിക്കോ, വലിയ കട്ടിപ്പെട്ട പണികളൊന്നും ചെയ്യാൻ നിൽക്കണ്ടെന്ന്. അപ്പോൾ ഈ ചാക്കിലാകുന്ന തുണി മെഷീനിൽ കൊണ്ടിടാനാണ് കേട്ടോ. നല്ല തുണികൾ മാത്രമേ നമ്മൾ വീട്ടിൽ കഴുകത്തുള്ളൂ, അല്ലാത്തതൊക്കെ കസിൻ്റെ വീട്ടിൽ വാഷിംഗ് മെഷീനിൽ കൊണ്ടിട്ട് കഴുകാറാണ് പതിവ്. വീട്ടിൽ നിന്നുള്ള തുണികളൊക്കെ ഉമ്മ തന്നെയാണ് കേട്ടോ കഴുകാറ്. മെഷീനിൽ നിന്ന് കൊണ്ടുവന്നതും പിന്നെ ഇവിടുന്ന് കഴുകിയതും ഞാൻ അങ്ങനെ വിരിച്ചിടാറേ ഉള്ളൂ. കുളിയൊക്കെ കഴിഞ്ഞ് ഷിനാജിനെ പിടിച്ചിരുത്തി കേട്ടോ ഹെയർ കെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. എൻ്റെ മുന്നത്തെ വീഡിയോസിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ ഇത് ഷിനാജ് യൂസ് ചെയ്യാൻ തുടങ്ങി എന്നുള്ളത്. നല്ല റിസൾട്ടാണ് കേട്ടോ യൂസ് ചെയ്ത്. അപ്പോൾ ഇതാണ് ആൽപ്സ് ഗുഡ്നെസിന്റെ റോസ്മേരി വാട്ടർ. ഇത് ഭയങ്കര നോൺ സ്റ്റിക്കി ആൻഡ് നോൺ ഓയിലി ആണ്, യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല ലൈറ്റ് വെയിറ്റ് ആണ്. ഈ ഒരു സമ്മർ സീസണിൽ ബെസ്റ്റ് സൊല്യൂഷൻ ആണ് കേട്ടോ നമ്മുടെ ഈ ഒരു ആൽപ്സ് ഗുഡ്നെസിന്റെ റോസ്മേരി വാട്ടർ. ഇത് നമ്മുടെ ഹെയർ ഫാൾ കുറക്കാൻ വേണ്ടിയിട്ട് നല്ലപോലെ ഹെൽപ്പ് ചെയ്യും. ഹെയറിലേക്ക് ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് ഇതേപോലെ മസാജ് ചെയ്ത് മുടി ഒഴിച്ചിൽ മാറാൻ വേണ്ടിയിട്ട് നല്ലപോലെ ഈ ഒരു പ്രൊഡക്റ്റ് ഹെൽപ്പ് ചെയ്യും. അതേപോലെ തന്നെ ബ്ലഡ് സർക്കുലേഷൻ കൂടും. നല്ല വിസിബിൾ ആയിട്ടുള്ള ചേഞ്ച് കാണണമെങ്കിൽ 12 ആഴ്ച നിങ്ങൾ യൂസ് ചെയ്യണം. നിങ്ങൾക്ക് ഇത് എപ്പോൾ വേണേലും യൂസ് ചെയ്യാൻ, രാവിലെ രാത്രിയോ, പിന്നെ ഇത് എപ്പോൾ യൂസ് ചെയ്താലും കഴുകി കളയണമെന്നൊന്നും ഇല്ല. അപ്പോൾ ഇതാണ് ഷിനാജി യൂസ് ചെയ്തിട്ടുള്ള ഒരു റിസൾട്ട്. ഈ ഒരു ബോട്ടിൽ ഇതേപോലെ ഒരു ലോക്ക് ഓപ്ഷൻ ഉള്ളതുകൊണ്ട് തന്നെ പിള്ളേരെടുത്ത് അടിച്ച് കളയുക എന്നുള്ള പേടിയൊന്നും വേണ്ട. ക്ലിനിക്കലി പ്രൂവ് ചെയ്തിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണിത്. ഈ ഒരു പ്രൊഡക്റ്റ് purple.com അവൈലബിൾ ആണ് കേട്ടോ. ഞാൻ സ്ക്രീനിൽ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം. അപ്പോൾ എന്തായാലും നിങ്ങൾ ചെക്ക് ചെയ്ത്. ഞാൻ തന്നെ വെച്ച മീൻകറി ആയിരുന്നു കേട്ടോ ഉച്ചയ്ക്ക്, പക്ഷേ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. പിന്നെ കോവയ്ക്കാൻ മെഴുക്കും അച്ചാറൊക്കെ കൂട്ടി ചോറ്. വൈകുന്നേരം ആയപ്പോഴത്തേക്കും അത്യാവശ്യം നല്ല മഴയുണ്ടായിരുന്നു കേട്ടോ. മഴയൊക്കെ ആസ്വദിച്ച് അങ്ങനെ കുറേ നേരം ഇരുന്ന് അപ്പം എന്തെങ്കിലും തിന്നാനൊരു പൂതി കയറിയിട്ട് ചക്കവറുത്തി ഉണ്ടായിരുന്നു കേട്ടോ.